ബിഗ് ബോസ് അഗ്നിപരീക്ഷ തീ പാറാൻ ഇനി 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അല്ലേ? ഇന്ന് 12, 13, 14, 15 അഗ്നിപരീക്ഷ. ഇനി കേരളം കത്തും എന്നൊക്കെയാ പറഞ്ഞേക്കുന്നത്. ടൈമും വന്നിട്ടുണ്ട്. മൺഡേ ടു ഫ്രൈഡേ രാത്രി 10 മണിക്കും സാറ്റർഡേ സൺഡേ രാത്രി 9 മണിക്കുമാണ്. 40 പേർ 21 ദിവസം ഉള്ള അഗ്നി ശുദ്ധിയാണ് നമ്മുടെ അഗ്നി പരീക്ഷ. അതിലൂടെ നമുക്ക് കോമണേഴ്സിനെ കിട്ടാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊമോസ്? ഇഷ്ടം പോലെ പ്രൊമോസ് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഹിന്റുകളൊക്കെ ഉണ്ട്. എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ അവസാനിക്കാൻ പോകുന്ന ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 30-നാണ്. അപ്പോൾ സെപ്റ്റംബർ 6-ന് തന്നെ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മലയാളം മാത്രമല്ല, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഇതൊക്കെ വരാൻ പോവുകയാണ്. നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെയൊക്കെ പ്രൊമോസ് വന്നിട്ടുണ്ട്. നമ്മുടെ അഗ്നി പരീക്ഷയുടെ പ്രൊമോയും ഒരുപാട് പ്രൊമോസ് വന്നു. അതിൽ പലവരും, അതായത് പഴയ എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ്, സീരിയൽ ആർട്ടിസ്റ്റുകൾ എല്ലാവരും അഗ്നി പരീക്ഷേനെ പ്രൊമോ, അതായത് കൗണ്ട് ഡൗൺ വീഡിയോസാണ് വന്നേക്കുന്നത്. സെറീന, രജിത് കുമാർ, നാദിറ, വീണ നായർ, അങ്ങനെ സുചിത്ര, അങ്ങനെ ഒരുപാട്, അഖില്, അങ്ങനെ ഒരുപാട് കണ്ടസ്റ്റൻസ് പ്രൊമോ വീഡിയോസുമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കോമണേഴ്സിൻ്റെ പ്രൊമോ വീഡിയോസും വന്നിട്ടുണ്ട്. കോമണേഴ്സിൻ്റെ പേരൊക്കെ പുറത്തിറങ്ങി എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അതായത് കുറേ ഗ്രൂപ്പുകളിലൊക്കെ കുറേ പേര് പറയുന്നുണ്ട് കോമണേഴ്സിൻ്റെ പേര് ലീക്കായി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയാണ് കോമണേഴ്സ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും കോമണേഴ്സിൻ്റെ പ്രൊമോസിനകത്ത് ആദ്യമായിട്ട് നമുക്ക് മാസ്ക് വെച്ചിട്ടുള്ള പ്രൊമോയൊക്കെ വന്നു. അതായത് നമ്മുടെ ഹിന്ദിയിലൊക്കെ ഉള്ള പോലത്തെ മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള പോലത്തെ പ്രൊമോ. അതായത് കോമണേഴ്സ് എല്ലാം കുറച്ച് പേര് മാസ്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഗെറ്റ് സെറ്റ് ഗോ, ഞാനുമുണ്ട് അഗ്നി പരീക്ഷയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊമോ. അത് കഴിഞ്ഞിട്ട് പോസ്റ്റുകൾ, അതായത് കണ്ണൂരിൽ നിന്ന് ഒരാൾ, തൃശ്ശൂരിൽ നിന്ന് ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ പോസ്റ്റുകൾ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ പ്രൊമോസാണ്. സെറീന വന്നിട്ട് പറയാണ് മെൻ്റൽ ഫിസിക്കൽ ബൗണ്ടറീസിൻ്റെ ഓവർകം ചെയ്ത് ഉള്ള പോരാട്ടമാണ് ബിഗ് ബോസ് അഗ്നി പരീക്ഷ. നാദിറ വന്ന് പറയുന്നുണ്ട് ഓരോ ടാസ്കും ഡിഫറൻ്റ് ആണ്, ഒരാൾക്കും ഇതിനു മുന്നിൽ അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അഞ്ജന നമ്പ്യാരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. പോയിന്റ് സിസ്റ്റമാണോ, സമയപരിധിയാണോ, അതോ ഓവറോൾ പെർഫോമൻസ് ആണോ ഒരാളെ ഡേഞ്ചർ സോണിൽ ആക്കുന്നത്? അപ്പോൾ ഒരാൾ ഡേഞ്ചർ സോണിൽ ആക്കാനുള്ള കാരണം ഇതൊക്കെയാണോ? അപ്പോൾ പോയിന്റ് സിസ്റ്റം ഉണ്ട്, ഇതിനകത്ത് സമയപരിധിയുണ്ട്, അതുപോലെ ഓവറോൾ പെർഫോമൻസും അവർ നോക്കുന്നുണ്ട്. പിന്നെ രജിത് കുമാറിൻ്റെ ഒരു പ്രൊമോ ഉണ്ടായിരുന്നു. ഒരു മാനസിക ബലവും, ചിലവർക്ക് മാനസിക ബലം ഉണ്ടാകും, ചിലവർക്ക് ശാരീരിക ബലം ഉണ്ടാകും. രണ്ടും കൂടി നിന്നാലേ ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ സമ്മർദ്ദം ഉണ്ടാവും. ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയുന്നവരാണ് വിജയിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് ഫസ്റ്റ് പ്രൊമോ ഒരു കോമണറിനെ സംസാരത്തിലൂടെ ഒരു പ്രൊമോ വന്നായിരുന്നു. അതും മാസ്ക് വെച്ചിട്ടുള്ള പ്രൊമോ തന്നെയാണ് വന്നത് അല്ലേ? ആദ്യം ഒരു പെൺകുട്ടിയാണ്, പുള്ളിക്കാരി മോഡലാണ്, ആങ്കറാണ്, ആർട്ടിസ്റ്റാണ്. പിന്നെ ഒരു ആൺകുട്ടിയുടേത് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞയാണ്, ലക്ഷ്യം സിനിമയാണെന്നൊക്കെ പറയുന്നുണ്ട്. പെൺകുട്ടി, പിന്നെ അടുത്ത് വേറൊരു പെൺകുട്ടി, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്, അഗ്നിപരീക്ഷയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു പ്രൊമോ വന്നു. പിന്നെ ഒരു ആൺകുട്ടിയുടെ ഒരു പ്രൊമോ വന്നത് ഞാൻ മരപ്പണിക്കാരനാണ്, മരപ്പണി ജോലി ചെയ്യുന്ന ആളാണ്, ഞാനും ഉണ്ട്, ഇരുട്ടത്ത് നിന്നിട്ടുള്ള ഒരു പ്രൊമോയാണ്. അത് കഴിഞ്ഞിട്ട് ജഡ്ജസിൻ്റെയും അതേപോലെ ഹോസ്റ്റിനെ റിവീൽ ചെയ്തിട്ടുള്ള ഒരു പ്രൊമോ ആണ്. റെനീഷനെ ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. അതിൽ റിയാസ് പറയുന്നുണ്ട് ഇത് വെറും ഒരു ഷോ ആണെന്നാണോ നിങ്ങൾ കരുതിയത്? അപ്പോൾ രഞ്ജിനി, ഇവിടെ എല്ലാവരും ശബ്ദം ഉയർത്തും. അപ്പോൾ അഖിൽ പറഞ്ഞു നിർത്തുകയാണ്, നിങ്ങളാണ് കളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയാണ്. പക്ഷെ അവിടെ ആരായിരിക്കും കളിക്കുന്നത്? ജഡ്ജസ് ആണോ കളിക്കുന്നത്, അതോ ഓഡിയൻസ് ആണോ കളിക്കുന്നത്? അത് കാത്തിരുന്ന് കാണാം. ഇനി കഴിഞ്ഞ് വീണ നായരുടെ ഒരു പ്രൊമോ വരുന്നുണ്ട്. അപകടകരമായ സ്റ്റണ്ട്, ടാസ്കിനെ കുറിച്ചിട്ടുള്ള പ്രൊമോയാണ് കേട്ടോ. അപ്പം അപകടകരമായ സ്റ്റണ്ട് പെർഫോം ചെയ്യുമ്പോൾ സേഫ്റ്റി ഉറപ്പാക്കണം. മെഡിക്കൽ ടീമിൻ്റെ സപ്പോർട്ട് അറിയാൻ സാധിക്കും ഇതിൽ നിന്ന്. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഗെയിം, ആ ഗെയിമുകൾ അഗ്നിപരീക്ഷയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ വലിയ ടാസ്കുകളൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് കണ്ടറിയാം. ഭയങ്കരമായ ടാസ്കുകളും വിട്ടുവീഴ്ചയില്ലാത്ത ടാസ്കുകളും ഒക്കെയാണ് ഉണ്ടാകുന്നതാണ്. അതിന് ബലൂണിനെടുത്തിട്ട് പറത്തുന്നതാണോന്നൊന്നും അറിഞ്ഞുകൂടാ, അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഓക്കെ. പിന്നെ സുചിത്ര, അഖിൽ അവരുടെയൊക്കെ പ്രൊമോസ് വന്നായിരുന്നു. പിന്നെയും പ്രൊമോസ് കോമണേഴ്സിൻ്റെ വന്നിട്ട് ഷാഡോസിൽ നിന്നിട്ടുള്ള പ്രൊമോ ആയിരുന്നത്. ഷാഡോ നോ യുവർ ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോയാണ്. പിന്നെയും റിയാസിൻ്റെയും അഖിലിൻ്റെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു ഷോർട്സ് പ്രൊമോസ് പോലെ, അതായത് കൗണ്ട് ഡൗൺ പ്രൊമോസ് ആയിട്ടാണ് വന്നേക്കുന്നത്. 3 ദിവസം കൂടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അഖിൽ ഇവിടെ പറയുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു, പല വിധത്തിലുള്ള അഗ്നിപരീക്ഷയിലൂടെയാണ് അവർ കടന്നുപോയത്. നമുക്കും അഗ്നിപരീക്ഷ തന്നെയാണ്. കാര്യം അഗ്നിശുദ്ധി വരുത്തിയവരെ കണ്ടെത്താൻ നമ്മളും കുറേ പ്രയാസപ്പെട്ടു എന്നാണ് അഖിൽ ഇവിടെ പറയുന്നത്. അവിടെ വല്ലതും അടി നടന്നോ? ജഡ്ജസ് തമ്മിലുള്ള ഒരു വാക്തർക്കങ്ങൾ ഉണ്ടായോ? അതോ മികച്ച ആൾക്കാർക്ക് കളിക്കാനുള്ള അവസരം കിട്ടിയില്ലേ? ഇനി ഇപ്പോൾ കിട്ടൂലേ? ഇനി ചിലവരിനി പുറത്താക്കേണ്ടി വന്നോ ഇവരുടെ വാക്തർക്കം കാരണം? അതൊക്കെ നമുക്ക് ഓൾ ഡ്രാമാസ് ആൻഡ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ നമുക്ക് 15-ാം തീയതി തൊട്ട്
കാണാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഗ്നിപരീക്ഷയുടെ സ്റ്റേജിൻ്റെ പ്രൊമോയാണ് പിന്നെ വന്നിരിക്കുന്നത്. ഫ്രം ബ്ലൂ പ്രിന്റ് ടു ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ അഗ്നിപരീക്ഷയുടെ ഷൂട്ട് ഇവിടെ തന്നെയാണ്, കേരളത്തിൽ തന്നെയാണ്. മറ്റേ ബിഗ് ബോസിൻ്റെ ഷൂട്ട്, സീസണിൻ്റെ ഷൂട്ട് ചെന്നൈയിലാണ്. അപ്പോൾ നമ്മുടെ ചെന്നൈ ഫിലിം സിറ്റി, IVP ഫിലിം സിറ്റിയിലാണ് ഷൂട്ട്. സോ ഇവിടെ അഗ്നിപരീക്ഷയുടെ സ്റ്റേജിൻ്റെ അതിൻ്റെ മേക്കിങ്ങിൻ്റെ പ്രൊമോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം ഇത് എന്തായിരുന്നാലും ഇനി ഈ ഓഗസ്റ്റ് 15-ാം തീയതി തുടങ്ങുന്ന ഈ ഒരു അഗ്നിപരീക്ഷ എൻഡ് ചെയ്യുന്നത് ബിഗ് ബോസ് സീസൺ 8 ഗ്രാൻഡ് ഫിനാലെ സമയത്തായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിൻ്റെ യാത്ര അഗ്നിപരീക്ഷയിൽ തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് ബിഗ് ബോസ് സീസൺ 8ൻ്റെ ഗ്രാൻഡ് ഫിനാലെ. ഞാൻ പറഞ്ഞില്ലേ, അത് ഏകദേശം ഡിസംബർ വരെ പോകും ഈ ഒരു യാത്ര. അപ്പോൾ ഓഗസ്റ്റിൽ തുടങ്ങുന്ന ഈ ഒരു യാത്ര അല്ലേ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ നമുക്ക് ബിഗ് ബോസ് യാത്ര ആരംഭിക്കാം അല്ലേ. എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇപ്പം ഞാൻ ഒന്നേ കഴിഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റ് വരാൻ പോവുകയാണ്. എന്തായാലും എല്ലാവരും എനിക്ക് തോന്നുന്നു കൺഫേം ആയ ഒത്തിരി ആൾക്കാരുണ്ട്. ഒരുപാട് പേര് ഇന്നോളം കൺഫേം ആവും. കാര്യം അഗ്നിപരീക്ഷ അപ്പോൾ തന്നെ ഏകദേശം കൺഫേം ആവേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അഗ്നിപരീക്ഷയുടെ ഷൂട്ടും അവിടെ നടന്നിരിക്കുന്നു. നമുക്കിനി എന്തായാലും കാത്തിരുന്ന് കാണാം. ഇതിനകത്ത് കുറച്ച് പേരെ നമ്മൾ എടുക്കുന്നത്, 4-5 പേരെ സെലക്ട് ചെയ്യുന്നത് മിക്കവാറും അതിനകത്ത് ഓഡിയൻസിന് വളരെ നല്ലൊരു പങ്കുണ്ട്. അതേപോലെ തന്നെ പങ്ക് ആർക്കുണ്ട്, ജഡ്ജസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്കുണ്ട്. അപ്പോൾ കാത്തിരിക്കാം. അത് ഫൈനലായിട്ടായിരിക്കും നമ്മൾ പങ്ക് വഹിക്കുന്നത്. അതായത് ഫൈനലായിട്ട് ഒരു 10-15 പേരെ അവർ സെലക്ട് ചെയ്ത് വെക്കും. അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അവരെ ഈ 10-15 പേരിൽ എത്തിക്കുന്നത് അത് ജഡ്ജസാണ്. സോ ജഡ്ജസിനെ നിങ്ങൾ അത് ഇംപ്രസ് ചെയ്യിക്കണം. അതാണ് ആദ്യത്തെ കടമ്പ. അത് കഴിഞ്ഞിട്ടാണ് ഓഡിയൻസിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ഇതിന്ന് ഔട്ടായി പോയാലും അഗ്നിപരീക്ഷയിൽ നിങ്ങൾ സെലക്ട് ആയി, അതായത് മെയിൻ സീസണിലേക്ക് നിങ്ങളെ സെലക്ട് ആയില്ലെങ്കിലും ഈ ഒരു 21 ദിവസം കേരളം മൊത്തം നിങ്ങളെ കാണും. സോ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. കാര്യം നിങ്ങളെ എല്ലാവരും തിരിച്ചറിയും എന്ന് തന്നെയാണ്. കാര്യം ഇത്രയും ദിവസം നമ്മൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ഗെയിം കണ്ടുകൊണ്ടിരിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുക, അതേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് മെയിൻ സീസണിൽ നമുക്ക് അടിച്ചു പൊളിക്കണം അല്ലേ. നമ്മളെല്ലാ കണ്ടസ്റ്റൻസിനും, നമുക്ക് മറ്റേ സെലിബ്രിറ്റീസിനും അതേപോലെ തന്നെ ഈ തിരഞ്ഞെടുക്കുന്ന കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും കാത്തിരിക്കാൻ പോകുന്നത് ഭയങ്കര ഒരു അഗ്നിപരീക്ഷ. അല്ലാതെ മെയിൻ സീസണും അഗ്നിപരീക്ഷ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മറ്റേ കഴിഞ്ഞ സീസൺ പോലെ ആവരുത്. ചെയ്തിട്ട് അതൊന്നും സാധാരണ സീസൺ മതി നമുക്ക്. വേറെ ഒരു പുതുമയും വേണ്ട, ഒന്നും വേണ്ട. അതായത് മറ്റേ തുണി എടുത്ത് വെക്കൽ, മേക്കപ്പ് പിടിച്ച് വെക്കൽ, ഭക്ഷണം മാറ്റി വെക്കൽ ഒന്നും വേണ്ട. സാധാരണ ബിഗ് ബോസ് മതി. അതാ എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഒന്നും വേണ്ട, സാധാരണ പോലെ വരണം. അഗ്നിപരീക്ഷ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. അടിച്ചു പൊളിക്കട്ടെ അഗ്നിപരീക്ഷ. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.